ഒരു 3 days കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ട് അവിടുത്തെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് എല്ലാവരും കൂടെ അവിടെ കഴിയുന്ന ഒരു വൈബായിരുന്നു ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഷൂട്ട്. ദർ വാസ് ടൈംസ് വെൻ സംജാത് ഹാഡ് ടു ബി ലൈക്ക് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുകയാണ്, നിങ്ങൾക്കിടെ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയി ഇരിക്കൂ. എൻ്റെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി രഞ്ജിത്ത് എന്തായിരിക്കും ഇപ്പോൾ കഴിക്കുക എന്നുള്ളതാണ്. കാരണം രഞ്ജിത്ത് അല്ലാതെ വേറെ ഒരു ഫുഡും കഴിക്കില്ല. ഗ്രീൻ ആപ്പിൾ, പിന്നെ എന്തോ പച്ചക്കറി, അങ്ങനെ കുറച്ച് ഇത് നമ്മളൊക്കെ സദ്യ കഴിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരാൾ കഴിച്ച് നമ്മൾ മറ്റേ നമ്മൾ പപ്പടം പൊടിച്ചു തീർന്നില്ല, അതിനു മുമ്പ് ഹീസ് ഡൺ. പുള്ളി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീരിയസ്. അത് ചെറിയ ഷൂട്ട് പണ്ട് ചെയ്യുമ്പോൾ തൊട്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ തൊട്ടാണെങ്കിലും സെറ്റിലെത്തിയ പുള്ളിക്ക് വലിയ കളി തമാശ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ മറ്റുള്ളവരോട് പുള്ളിക്ക് അത്ര പറയാൻ പറ്റില്ല. പുള്ളി എന്നെ വിളിച്ച് മാറ്റി നിർത്തി ചീത്തയൊക്കെ പറയും. കാരണം നിനക്ക് അറിയാൻ പാടില്ല. തിരിച്ച് റൂമിലെത്തുമ്പോൾ പുള്ളി ആള് പെട്ടെന്ന് പറയും എന്താ ഓടിലേക്ക് പിന്നെ വരാം. ജോലി ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഇത് എഴുതി തുടങ്ങിയത്. അപ്പം അങ്ങനെ നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ജോലി അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇവൻ സേഫ്റ്റി എഞ്ചിനീയർ ആയിരുന്നു പറഞ്ഞ പോലെ. അപ്പൊ എന്ത് ധൈര്യത്തിലാണ് സേഫ്റ്റി എഞ്ചിനീയറും ഗ്രാഫിക് ഡിസൈനറുടെ സിനിമ സൈൻ ചെയ്തത്? ലേഷയുടെ ശരിക്കും ഡയറക്ഷനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് സെറ്റിലേക്ക്. അതെ അതെ, ഡയറക്ടർ ആയിരുന്നു എന്നോ അങ്ങനെ ഒരു അതിന് ക്യാമറ എവിടെ അങ്ങനെ ഒന്നും അറിയില്ലാത്ത രീതിയിൽ. പക്ഷെ നമുക്കറിയാം ആളുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളും. നമുക്ക് ഒരു സീൻ ചെന്ന് നെറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. ദിലീഷേൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇങ്ങോട്ട് ചെല്ലുന്നത്. തൊണ്ടി മുതലും ജോജിയൊക്കെ പോലത്തെ വലിയ പടങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ആൾ. പക്ഷെ ആൾക്ക് അതിൻ്റെതായ ഒരു ഇല്ല. Like you said, they're really passionate about their work and they really want to work with more passionate people, because at the end of the day, passionate people are the ones who bring out the best product. Hello and welcome everybody to our show In Focus with Team Golam. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഓഫ് കോഴ്സ് യു നോ ചിന്നു ചാന്ദിനി. ചിന്നു, കാതലിന് ശേഷം ദിസ് ഇസ് യോർ നെക്സ്റ്റ് മൂവി. അതിനെക്കുറിച്ച് സംസാരിക്കുക. ആൻഡ് വെൽക്കമിങ് രഞ്ജിത്ത് സജീവ്. എനിക്ക് വായിൽ മൈക്ക് 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 എപ്പോഴും. അപ്പോൾ ഞാൻ എങ്ങനെയോ പിടിച്ചാണ് പറഞ്ഞത് രഞ്ജിത്ത് സജീവ് എന്ന്. ആൻഡ് ഓഫ് കോഴ്സ് ദി ഡയറക്ടർ സംജാത് ഡെബ്സാൻ ഡയറക്ടറാണ്. ആൻഡ് ദ റൈറ്റർ പ്രവീൺ ഇസ് ഓൾസോ ഹിയർ വിത്ത് us and we are going to discuss your next movie. And എത്ര എക്സൈറ്റഡ് ആണ് about the movie? Tell me about it. Anybody can take the answer. It's just a conversation. ഡയറക്ടർ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലതല്ലേ? ആദ്യത്തെ മൂവിയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞ വാക്കുകളിൽ ഒതുങ്ങില്ല. വെരി മച്ച് എക്സൈറ്റഡ്. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ആദ്യമായിട്ടുള്ള ഡിസ്കഷൻ സംജാതിൻ്റെയും പ്രവീണിൻ്റെ വിത്ത് ദ കാസ്റ്റ് അതെന്തായിരുന്നു? വാട്ട് വർ യു ട്രൈങ് ടു ബ്രീഫ് ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ആക്ച്വലി ഞങ്ങൾ സ്റ്റോറി ബിൽഡ് ചെയ്തെടുത്തപ്പോൾ ക്യാരക്ടേഴ്സിനെ ഞങ്ങൾ കാരിക്കേച്ചർ ചെയ്ത് വരച്ചു. ഒരു ബുക്ക് തന്നെ ഉണ്ട് അതിന്. അപ്പോൾ ആ ഒരു കാരിക്കേച്ചർ അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിഹ്നമുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇതിനകത്തൊരു 10-14 പുതിയ പുതുമുഖങ്ങളുണ്ട്. ഞങ്ങളുടെ സ്റ്റോറിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അനുസരിച്ച് രഞ്ജിത്തിൻ്റെ ക്യാരക്ടറായിട്ട് രഞ്ജിത്ത് ആപ്റ്റാണ്. അപ്പോൾ ഇവഞ്ച്വലി രഞ്ജിത്തിലേക്ക് എത്തുമായിരുന്നു. ഇത് ഞാൻ പ്രൊമോ ട്രെയിലർ കണ്ടപ്പോൾ ഐ ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് ഒരു ഹൂ ഡൺ ഇറ്റ് ആണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആണ്. വാട്ട് വാസ് ദ ബ്രീഫ് ഗിവൺ ടു യു? ഒരു ക്യാരക്ടർ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ASP സന്ദീപ് കൃഷ്ണ. അപ്പോൾ സന്ദീപ് കൃഷ്ണയുടെ പ്രത്യേകതകൾ എന്താണ്? So ഇതില് like you said ഒരു investigative thriller, that's the genre of the film. ഇതിലൊരു he's a IPS officer. പിന്നെ എൻ്റെ ഒരു so this is my third film after Mike and Kalp. This demanded കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്തത്. The character and the story calls for that. സോ ആ രീതിയിൽ ഒബ്വിയസ്ലി വിത്ത് ദ ഗൈഡൻസ് ഓഫ് ബോത്ത് ഓഫ് ദം ഒരുമിച്ച് ഞങ്ങൾ ആ ക്യാരക്ടറിനെ മോൾഡ് ചെയ്ത് എടുത്തത്. ഡെഫിനറ്റ്ലി എന്നെ ക്രിയേറ്റീവ്ലി ചാലഞ്ച് ചെയ്തൊരു ക്യാരക്ടറാണ്. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഷെയ്ഡാണ് അവതരിപ്പിക്കാൻ നോക്കിയത് ത്രൂ ദിസ് ക്യാരക്ടർ. ആൻഡ് ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. ആൻഡ് വാട്ട് അബൌട്ട് യു ചിന്നു? I think കാതലിലെ അഡ്വക്കേറ്റ് തകർത്ത് അഭിനയിച്ചതിന് ശേഷമാണ്. No, that actually was quite a blessing for me. That was a movie that I think is a milestone for sure. So actually എന്നെ സംജാതാണ് he called me for this movie. എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും സ്ക്രിപ്റ്റ് ഞാൻ വായിക്കുന്നത് പടം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് 2 ദിവസം മുമ്പാണ്. പക്ഷേ സംജാത് എനിക്ക് ദ ഹോൾ സ്റ്റോറി ഹി നറേറ്റഡ് ഓൺ കോൾ. എന്നിട്ട് ആ ക്യാരക്ടറിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ തന്നു. പക്ഷേ ദ പ്രിമൈസ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഐ തിങ്ക് ദിസ് ഈസ് മൈ ലൈക്ക് ഐ ഫീൽ ഇപ്പോൾ ഐ എം ഗോയിങ് ത്രൂ എൻ എക്സ്പെരിമെൻറ്റൽ ഫേസ് ആസ് എൻ ആക്ടർ ഓൾസോ. ആൻഡ് ഐ ബിലീവ് to start with, Golam is one of the best films because the way Samjad and Praveen, the way they've written it, trailer കാണുമ്പോൾ തന്നെ ഒരു അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും the way they've cut it, it looks quite
different and looks quite interesting. ചിന്നുവിൻ്റെ ശരിക്കും നല്ലൊരു ട്രാൻസിഷനാണ്. ജിയോ ബേബിന് ശേഷം യു വർക്കിംഗ് വിത്ത് എ ഡെബ്യൂട്ടന്റ് ഡയറക്ടർ. ഈ രണ്ട് എക്സ്പീരിയൻസസിനെ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? I think ഞാൻ ആക്ച്വലി ഇപ്പം I finished 10 movies so far. അതിൽ majority were with first time directors. അപ്പോൾ ഐ തിങ്ക് ജിയോ ചേട്ടൻ്റെ സെറ്റിലുള്ളത്, ജിയോ ചേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ സെറ്റ്. ഭയങ്കര കാഷ്വലായിട്ട് എല്ലാവരും ഒരേ ഫാമിലി പോലെ അങ്ങനത്തെ ഒരു സ്പേസാണ്. ആൻഡ് അത് കുറേ കൂടെ ഓപ്പൺ ആയിട്ടുള്ള കുറേ അങ്ങനത്തെ ഒരു ലൊക്കേഷനും കൂടിയായിരുന്നു വേർ വി വർ ഷൂട്ടിങ്. വെൻ ഐ കെയിം ടു ഗോളം, ആക്ച്വലി ഈ പറഞ്ഞ പോലെ മോസ്റ്റ് ഓഫ് ദ മൂവി വി ആർ ഷൂട്ടിങ് ഇൻ എ സിംഗിൾ ലൊക്കേഷൻ. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ നമ്മളെല്ലാവരും ഒരു സ്ഥലത്ത് വി ആർ സ്റ്റേയിങ്. അതിൻ്റെ താഴെ ഒരു ചെറിയ സ്പേസിൽ ദി ഹവ് ബിൽഡ് എ സെറ്റ് ആൻഡ് ദാറ്റ്സ് വേ വി ആർ ഷൂട്ടിങ്. അപ്പോൾ ഇൻ ദ ബിഗിനിങ് ഐ ഫെൽറ്റ് ലൈക്ക് ആൻ ഔട്ട്സൈഡർ ബിക്കോസ് ഇവരെല്ലാവരും നേരത്തെ കണ്ടു. ഐ തിങ്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ലൈക്ക് ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ ഫെൽറ്റ് ലൈക്ക് what is going on, like it took me 2-3 days to slowly like break ice with everybody. But I think and I should thank Samjad for this because he's the one who's like introduced me to everybody and like helped with the easing in process with all the cast and crew. കാരണം ഏകദേശം ഈ പറഞ്ഞ പോലെ 10-13-15 ആൾക്കാരുണ്ട് അതിനകത്ത്. And we are there every day and a lot of people are newcomers എന്ന് പറഞ്ഞാലും they are all experienced newcomers in some way. They are all models or they've done web series. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ന്യൂകമേഴ്സും കൂടിയാണ്. So for me I think I was the most awkward person on set because I'm like how do I go say hi, ആരടുത്ത് hi പറയണേ അങ്ങനെയൊക്കെ. പക്ഷേ other than that I think what hit me about Samjad, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ is he's very clear on what he's doing and like ഈ പറഞ്ഞ പോലെ short selections ആണെങ്കിലും the way they place the camera, it is quite different from the previous movies ഞാൻ ചെയ്തത്. What hit me was as we kept going, like just seeing the kind of preparations they have done beforehand to sort the movie. കാരണം as an actor എനിക്ക് ഈ മൂവിയിൽ I couldn't understand the flow of the film because of how they've shot it. That flow comes into perspective only when ഇവർ ചെയ്യുന്ന, അപ്പം ഇവർ എഡിറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ അടുത്ത് വെക്കുമ്പോഴാണ് വി ആർ ലൈക്ക് ഓക്കെ ദിസ് ഇസ് വാട്ട് വാസ് ഗോയിങ് ഓൺ ബിക്കോസ് ദേ ആർ ട്രൈങ് സംതിങ് വെരി ഡിഫറെൻറ്റ്. സോ യാ. ആൻഡ് ഫോർ യു രഞ്ജിത്ത്? ഡെഫിനറ്റ്ലി ആ പുതുമ ഫാക്ടർ, ദാറ്റ് ഒരു പുതുമ കൊണ്ടുവരാനുള്ള ഫാക്ടർ തന്നെയാണ് എന്നെയും ഏറ്റവും അപ്പീൽ ചെയ്തത്. പുള്ളി ഡയറക്ടർ മാത്രമല്ല, എല്ലാത്തിനും ഒരു കാല് വെച്ചിട്ടുണ്ട്. മ്യൂസിക് ആയാലും എഡിറ്റ് ആയാലും he involves himself with everything. കാരണം at the end of the day പുള്ളിൻ്റെ ബേബിയാണ് and he needs to make sure that it's the best possible result it can be. So ആ രീതിയിൽ he was extremely dedicated to that and അത് നമ്മളെ as a casting crew it inspired us to stay dedicated in the process as well. So it was amazing. ചിന്നു പറഞ്ഞല്ലോ നിങ്ങളൊരു എൻക്ലോസ് സ്പേസ് സോ ടു സേ അതിനകത്തായിരുന്നു വിത്ത് എല്ലാ ക്യാരക്ടേഴ്സും ആ സ്പേസിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം ഐ എം ഷുവർ അതിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിരുന്നതിനെ വിച്ച് വുഡ് ഹാവ് ബീൻ ഇൻട്രസ്റ്റിംഗ് ഓർ you must have developed friendships. എനിക്ക് എന്താണ് ആ സ്പേസിൽ ഉണ്ടായത് ഓഫ് ക്യാമറ? ഐ തിങ്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫസ്റ്റ് ബിക്കോസ് ദേവ് ഓൾ ഹാഡ് എ ടേബിൾ റീഡ്, അവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സോ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് എനിക്ക് ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു. കാരണം എല്ലാവർക്കും അങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരുടെ ഇടയിൽ പോവുക. ഞാൻ ഐ എം എ വെരി ഓക്വേർഡ് പേഴ്സൺ ആസ് എ പേഴ്സൺ. അപ്പോൾ ഫോർ മീ ടു ലൈക്ക് ടേക്ക് സ്പേസ് ആൻഡ് ലൈക്ക് ഗോ ആൻഡ് റീച്ച് ഔട്ട് ടു പീപ്പിൾ ഇറ്റ് വാസ് a little difficult. പക്ഷേ like I said, it is a bunch of young people in the beginning, and then there's a bunch of very senior folks as well. ഒരു 3 days കഴിഞ്ഞപ്പോൾ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ട് അവിടുത്തെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്ത് എല്ലാവരും കൂടെ അവിടെ കഴിയുന്ന ഒരു വൈബായിരുന്നു ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഷൂട്ട്. ലൈക്ക് അതിനുള്ളിൽ there was like people were joking non-stop, people were pulling each other's legs. There was times when Samjad had to be like നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുകയാണ്, നിങ്ങൾക്കിടെ പോകേണ്ട സ്ഥലങ്ങളിലേക്ക് പോയിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. People make fun of him and it was just very lively. അതിൻ്റെ ഇടയിൽ അടിയിടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അടിയിടി എന്ന് പറഞ്ഞാൽ ലൈക്ക് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. It was literally like a സ്കൂൾ കലോത്സവത്തിന് പോകുന്ന ഒരു വൈബ് തന്നെയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ വഴക്കിട്ടവരല്ലേ തോളിക്കായിട്ടുണ്ട് നടക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. I think it was overall just a very fun space to be in for 30 days. By the time we were done with the shoot, I don't think anybody wanted to leave. Like everybody was like, iniyum shoot, and everybody is in touch.
ഇപ്പോഴും like some way or the other people meet up or they send messages or send memes on Instagram or whatever, but everyone is in touch and there's so much love and friendship that was created on the set. സംജാതൻ എങ്ങനെയായിരുന്നു ഈ ഒരു കോമ്പിനേഷൻ? വളരെ സീനിയർ ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ്, അബ്സല്യൂട്ട് ന്യൂ കാമേഴ്സ്, അതിൻ്റെ ഇടയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് ആക്ടേഴ്സും, അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണല്ലോ സംജാത്. അത് ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പോൾ. അതും വലിയൊരു ഭാഗ്യമാണ് ശരിക്കും. എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടത്തിൽ ന്യൂ കമേഴ്സ് ഉണ്ട്, കുറച്ച് നാൾ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. ഒരു ന്യൂ കമർ എവിടെ ഇരിക്കുന്നല്ലേ? അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റ് ഒരു രസമായിരുന്നു. ഇതൊരു പുറത്തുനിന്ന് വന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു ത്രില്ലർ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആണോ എന്ന് ചിലപ്പോൾ സംശയം വരും. അതായത് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് കാർഡ്സ് കളിക്കുക, ഗെയിം കളിക്കുക, ഒക്കെ ആയിരുന്നു പരിപാടി. അതായത് ഇത് കഴിഞ്ഞിട്ട് ക്യാമറയും കൂടെ അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഞങ്ങളിവിടെ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു പരിപാടി. ഞാനും പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാനിങ്ങനെ വിചാരിച്ചില്ല കുറച്ചും കൂടെയും ടഫായിരിക്കും, പക്ഷെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റി. ഇവരെല്ലാവരും ഉള്ളത് കാരണം ചിഹ്നമൊക്കെ ഭയങ്കരമായിട്ട് സഹകരിച്ചു. എന്ന് വെച്ചാൽ ഒരുപാട് നേരം പോസ്റ്റായിട്ട് നിൽക്കണ പരിപാടികൾ. ആക്ച്വലി നമ്മളൊരു പുതിയ ടേം കോയിൻ ചെയ്തു ഫിലിമിൽ, ബ്ലർ ആർട്ടിസ്റ്റ്. കാരണം ഈ പറയുന്ന ഫിലിമിൻ്റെ സെറ്റിൽ എങ്ങോട്ട് ആക്സസ് വെച്ചാലും അതിൻ്റെ ബാക്കിലുള്ള ആൾക്കാരൊക്കെ അവിടെ ബ്ലറിൽ വേണം. ലോങ് സെറ്റാണ്, കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ ആ അറ്റത്തിരിക്കുന്ന ആൾ ബ്ലറായിട്ടാണെങ്കിലും അവിടെ വേണം. അപ്പോൾ എനിക്ക് അസിസ്റ്റൻസ് എല്ലാവരും ചേട്ടന്മാരെല്ലാവരും വന്ന് ബാക്കിൽ നിൽക്കാം, ഡ്രസ്സ് ചെയ്ത് നിൽക്കാന്ന് പറയുമ്പോൾ നമുക്ക് അവർ തന്നെ നിൽക്കണമെന്നൊരു നിർബന്ധമുണ്ട്. അതുകൊണ്ട് ചിന്നുവിനൊക്കെ പിടിച്ചവിടെ നിർത്തും. പിന്നെ രഞ്ജിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ രഞ്ജിത്തിൻ്റെ ഡെഡിക്കേഷൻ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്തു. ഒരിക്കലും എനിക്കൊന്നും അത് രഞ്ജിത്തിന്റെ ബർത്ത്ഡേക്ക് സദ്യ വിളമ്പാണ്. നമ്മള് 10-100 പേരിരുന്ന് എൻ്റെ ഏറ്റവും വലിയ ക്യൂരിയോസിറ്റി രഞ്ജിത്ത് എന്തായിരിക്കും ഇപ്പൊ കഴിക്കുക എന്നുള്ളതാണ്. കാരണം രഞ്ജിത്ത് അല്ലാതെ വേറെ ഒരു ഫുഡും കഴിക്കില്ല. ഗ്രീൻ ആപ്പിള്, പിന്നെ എന്തോ പച്ചക്കറി, ഇത് സ്റ്റീക്സ് എന്നൊക്കെ പറഞ്ഞാൽ വലിയതൊന്നുമില്ല, ചെറിയൊരു പീസ് അങ്ങനെ കഴിക്കും. നമ്മളൊക്കെ സദ്യ കഴിക്കുമ്പോ ഇവിടെ ഇരുന്ന് ഒരാൾ കഴിച്ച് നമ്മള് മറ്റേ നമ്മള് പപ്പടം പൊടിച്ചു തീർന്നില്ല, അതിനു മുമ്പ് ഹീസ് ഡൺ. ഇലയില് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടായിരിക്കും കാണാൻ രസമായിരുന്നു. No, because like you said, the character അത് ഡിമാൻഡ് ചെയ്തു. കാരണം ഇതിന് മുന്നിലുള്ള ഇതിന് മുന്നേ we wrapped up കൽബിന് it demand more of കുറച്ചുകൂടി ലീൻ ഒരു പയ്യൻ ഫിസിക്. So I had to bulk up a little more, കുറച്ചുകൂടി ഒരു മസ്കുലർ ഫിസിക്കായി ഇത് ഡിമാൻഡ് ചെയ്തത്. ബിക്കോസ് ഈസ് എൻ IPS ഓഫീസർ, ഡൽഹിയിൽ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കക്ഷിയാണ്. സോ അങ്ങനത്തെ ഒരു ഡോമിനൻസ്, അങ്ങനത്തെ ഒരു പ്രസൻസ് ഉണ്ടാവണം. സോ that really and when ഇവരുടെ കൂടെ ആ ക്യാരക്ടർ അവതരിപ്പിച്ച എന്നെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിച്ചു. because I grew up watching a lot of James Bond movies ആ രീതിയിൽ. കാരണം അങ്ങനത്തെ ഒരു പ്രസൻസ് ലൈക്ക് I don't know, like I love that kind of a character. So എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കാൻ it was a huge thing for me. So I wanted to give my best. എന്നാലും സദ്യ കഴിക്കായിരുന്നു, ഒരു ദിവസം സദ്യ കഴിക്കായിരുന്നു. പ്രവീൺ എങ്ങനെയുണ്ടായിരുന്നു? റൈറ്റിംഗ് ആണോ എളുപ്പം അതോ അഭിനയമാണോ എളുപ്പം? ഫസ്റ്റ് ടൈം ആക്ടർ ആണല്ലോ. രണ്ടും എളുപ്പമല്ല. പിന്നെ സംജാതിൻ്റെ കൂടെ രണ്ടും ബുദ്ധിമുട്ടാണ്. സംജാത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഷൂട്ടിന് ഇപ്പം ഞങ്ങൾ ഒറ്റ റൂമിലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംജാത് ഭയങ്കര സീരിയസ് ആണ്. കാര്യം ഞങ്ങൾ ഒരേ ഏജും പരിപാടിയൊക്കെയാണ്. എനിക്ക് അവിടെ എത്തിയ ഈ പറഞ്ഞ പോലെ കമ്പനി ഉണ്ടാകും. അതെ. അപ്പോൾ എനിക്ക് അവിടെ എത്തി പറഞ്ഞാൽ നമ്മുടെ സെയിം ഏജ് ആയിട്ട് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അഭിനയത്തിൻ്റെ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അഭിനയത്തിൻ്റെ പരിപാടിയായിട്ട് മാറായി. പിന്നെ ഇപ്പോൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. പുള്ളി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീരിയസ്. അത് ചെറിയ ഷൂട്ട് പണ്ട് ചെയ്യുമ്പോൾ തൊട്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യുമ്പോൾ തൊട്ടാണെങ്കിലും സെറ്റിലെത്തിയ പുള്ളിക്ക് വലിയ കളി തമാശ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ മറ്റുള്ളവരോട് പുള്ളിക്ക് അത്ര പറയാൻ പറ്റില്ല. പുള്ളി എന്നെ വിളിച്ച് മാറ്റി നിർത്തി ചീത്തയൊക്കെ പറയും. കാരണം നിനക്ക് അറിയാൻ പാടില്ല. തിരിച്ച് റൂമിലെത്തുമ്പോൾ പുള്ളി ആള് പെട്ടെന്ന് പറയും എന്താ ഓടിലേക്ക്. പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ തമ്മിൽ നേരത്തെ ഒരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിന്നേ അല്ല, ADs ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് എങ്ങനെ ഈ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ചെയ്തു എന്ന് വേണം എനിക്ക് ചോദിക്കാൻ. അല്ല, അത് പെട്ടെന്ന് അച്ചീവ് ചെയ്തൊരു കാര്യമല്ല. ഞങ്ങൾ പരിചയപ്പെട്ട് അന്നോട്ട് സിനിമ ഡിസ്കസ് ചെയ്യാറുണ്ട്. സിനിമ പരിചയപ്പെട്ട് ഞങ്ങൾ ആക്ച്വലി ജിമ്മേറ്റ്സ് ആണ്. അതെ, ഞാൻ +2, ഇവൻ +1. ആ ടൈമിൽ ഞങ്ങൾ പെരുമ്പാവൂരുള്ള ഒരു ജിമ്മിൽ വെച്ചാൽ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്.
അരവിന്ദ് എന്ന പേര്. അവൻ എന്നെ പരിചയപ്പെടുത്തി. സംജാത് ഇങ്ങനെ സിനിമയോട് പാഷനുള്ള ഒരാളാണ്. അന്നും പുള്ളി ചെറിയ ഡിജിറ്റൽ ക്യാമറയിലൊക്കെ ഓരോ വീഡിയോ ഒക്കെ ചെയ്ത് പുള്ളി എഡിറ്റ് ചെയ്ത് പുള്ളിയുടെ പേരൊക്കെ വെച്ച് ഇങ്ങനെ മൊബൈലിൽ കൊണ്ടു നടക്കും. അപ്പോൾ എനിക്കന്ന് അഭിനയത്തോടെ കൂടുതൽ താല്പര്യം. ഞാൻ സംജാതിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ഞങ്ങളുടെ ഡിസ്കഷൻ സിനിമയെ പറ്റി. ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് കാര്യങ്ങളൊന്നുമില്ല, ഒരു ബെഞ്ച് വലിച്ചു മാറ്റിയിട്ടിട്ട് അവിടെ ഇരുന്ന് സിനിമയെ പറ്റി ഡിസ്കസ് ചെയ്യും. പിന്നെ ഞങ്ങൾ വീട് അടുത്താണെന്ന് മനസ്സിലായി. പിന്നെ ഒരുമിച്ചായി പരിപാടികൾ. അങ്ങനെ ഒരുമിച്ച് സ്ക്രിപ്റ്റുകൾ എഴുതി. ഇത് ആ 11ാം ക്ലാസ് 12ാം ക്ലാസ്സിലൊക്കെ സ്ക്രിപ്റ്റ് എഴുത്തായിരുന്നു പരിപാടി. ഞങ്ങൾ ആ ടൈമിൽ അന്ന് എഴുതി, അത് അന്ന് script എഴുതിയിട്ടുണ്ട്. ആണോന്ന് അറിയില്ല. പക്ഷെ എഴുതിയായിരുന്നു. ഇന്നത് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിലൊരു പക്വത കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എഴുതുമായിരുന്നു ആ ടൈമിൽ. അങ്ങനെ പിന്നെ ജീവിതം മുന്നോട്ട് പോയി, നിങ്ങൾ 2 ദിക്കിലേക്കായി. അതെ. പിന്നെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പുറകെ ഗൾഫിൽ പോയി, ആര് ഗൾഫിൽ പോയി? രണ്ടുപേരും പോയി. രണ്ടുപേരും ഗൾഫിൽ പോയി. ഞങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയി. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു ഇത് ഉണ്ടായിരുന്നു, നമ്മൾ 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു വരും. കാരണം ഞങ്ങൾ ആ ടൈമിൽ ജോലിയൊന്നും ഇല്ലാതെ നിന്നപ്പോൾ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അഭിമാനത്തിൻ്റെ ഒരു വിഷയം കൊണ്ട് വീട്ടിൽ നിന്ന് കാശ് കാര്യങ്ങളൊന്നും മേടിക്കില്ല. അപ്പോൾ വേറെ ജോലികളൊക്കെ ചെയ്യും. ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഗൾഫിൽ പോകും. പക്ഷേ സിനിമ വിടില്ല. പക്ഷെ ഞങ്ങളുടെ കൂടെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായി. അന്ന് ഗൾഫിൽ പോയവരാരും തിരിച്ചു വന്നില്ല. അവരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ കറക്റ്റ് 2 വർഷം കഴിയുമ്പോൾ തന്നെ തിരിച്ചു വന്നു. കറക്റ്റ് 2 വർഷം കഴിഞ്ഞു. കറക്റ്റ് ഞാൻ ആദ്യം വന്നു, കഴിഞ്ഞ് പുള്ളി പോന്നു, ഞാൻ തിരിച്ചെത്തിയവരൊപ്പം തന്നെ. പിന്നെ ഞങ്ങൾ വീണ്ടും സിനിമയുടെ പുറകെ തന്നെ. തന്നെ കേട്ടോ. അപ്പൊ എത്ര വർഷം ഈ സിനിമയുടെ പുറകെ നടക്കുന്നു, ഈ പെർട്ടിക്കുലർ പ്ലോട്ട്? ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഒരു 14 years ആയപ്പോൾ. ആ, അതിന് മുമ്പ് എനിക്കും ഇവനും ഇൻഡിവിജ്വലായിട്ട് ഒരു സിനിമ ഭ്രാന്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സിനിമ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കാറിൽ വരുമ്പോൾ അവർ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അതിൽ നൈറ്റൊക്കെ വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ത്രെഡ് കിട്ടി. പിന്നെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നു. പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയി ഇങ്ങനെ വന്നു. എൻ്റെ കോർ സാധനം മാത്രമേ മാറാത്തുള്ളൂ. ബാക്കി സ്റ്റോറിയിൽ വന്നപ്പോൾ കുറേ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നു. എൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നപ്പോഴേക്കും. അപ്പൊ സംജാത് ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അല്ലേ? ആനിമേഷനില്. പ്രവീണോ? എനിക്ക് ഇതായിട്ടേ ഒരു ബന്ധമില്ല. ഞാനൊരു കമ്പനിയിൽ സേഫ്റ്റി എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ എന്ത് ധൈര്യത്തിലാണ് സേഫ്റ്റി എഞ്ചിനീയറും ഗ്രാഫിക് ഡിസൈനറിന്റെ സിനിമ സൈൻ ചെയ്തത്? പക്ഷെ ഐ തിങ്ക് എന്തായിരുന്നു ധൈര്യം? ആ ഒരു ഫോൺ കോളിൽ എൻ്റെ അടുത്ത് പറഞ്ഞ കഥയുടെ പുറത്താണ് ഞാൻ ആക്ച്വലി സെറ്റിൽ വന്ന് നിന്നത്. ഞാൻ പറഞ്ഞില്ല, സ്ക്രിപ്റ്റ് പോലും ഷൂട്ടിന് 2 ദിവസം മുമ്പ് ഞാൻ വായിക്കുന്നത്. പിന്നെ ലൈക്ക് സെറ്റിൽ നമ്മൾ നിൽക്കുമ്പം ഇത് ഒരു 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 ഓഫീസാണ്. ഒരു ഓഫീസിൽ ഓരോരുത്തർക്കും ഓരോ സ്പേസസ് ഉണ്ട്. അപ്പം ഇത് ഫുൾ ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറേ സമയത്ത് നമുക്ക് എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടില്ല. കാരണം ഇദ്ദേഹം വരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഷോട്ട് വെച്ചാലും നമ്മളവിടെ ഉണ്ടാവണം, വേറെ ആരെങ്കിലും ഷോട്ട് വെച്ചാലും നമ്മളവിടെ ഉണ്ടാവണം. കാരണം ഒരു സ്പേസ് ആണ്. അപ്പോൾ everybody is in there for all the time that we've shot the movie, most of the times. But one thing I noticed is how precisely they're shooting. Like the kind of shots that they keep, and the planning. And another thing about Samjad is Samjad sits in, he sketches and like oro characters ne, he's done handmade posters for all characters. So that's how clear he is on, you know, what he wants. Appo our clarity was there while we were shooting as well. രഞ്ജിത്തിന് എങ്ങനെയായിരുന്നു? Yeah, so like I said, ഈ ത്രില്ലർ ജോണർ എന്ന് പറഞ്ഞാൽ അത് മൊത്തം ഈ എൻഗേജ്മെന്റ് ഫാക്ടറിലായിരിക്കുന്നത്. യു ഹാവ് ടു എൻഗേജ് ദ ഓഡിയൻസ് ത്രൂ ഔട്ട്. സോ ആ രീതിയിൽ അവർ കഥ അവതരിപ്പിച്ചപ്പം എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. അത്രയ്ക്ക് റീസേർച്ച് നടത്തി, അത്രയ്ക്ക് അവർ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്തുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ കേട്ടത്. അപ്പോഴത്തേക്കും എനിക്ക് ഐ ഫെൽറ്റ് സംതിങ് യുണീക്ക് ആൻഡ് സ്പെഷ്യൽ അബൌട്ട് ദിസ്. സോ ഐ റിയലി വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ഹാപ്പൻസ്. So അങ്ങനെ വന്നത്. ആൻഡ് യുനോ ആൻഡ് ലൈക്ക് യു സെഡ്, അവർ രണ്ടുപേരും ദേ റിയലി പാഷനറ്റ് അബൌട്ട് ദെയർ വർക്ക് ആൻഡ് റിയലി വോണ്ട് ടു വർക്ക് വിത്ത് മോർ പാഷനറ്റ് പീപ്പിൾ, ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പാഷനറ്റ് പീപ്പിൾ ആർ ദ വൺസ് ഹു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് പ്രൊഡക്ട്സ്. സോ ഇൻ ദാറ്റ് വേ ഇറ്റ് വാസ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ചെയ്യുമ്പോൾ അതിനകത്തെ ക്ലൈമാക്സ് ആയിരിക്കും ഒരു പക്ഷേ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും ഇനാക്ട് ചെയ്യാനും. അത് അത്രയ്ക്കും ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ചിലപ്പം ക്ലൈമാക്സ് ആയിരിക്കും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നിയത്? അതോ ഡിഡ് യു ഫീൽ ദാറ്റ് ദേർ വർ അതർ ചാലഞ്ചിങ് ഏരിയാസ്? ഒരു റൈറ്റർ എന്ന നിലയ്ക്കും ഡയറക്ടർ എന്ന നിലയ്ക്കും കാസ്റ്റിന് ഫ്രം എ കാസ്റ്റ് പെർസ്പെക്റ്റീവ് യു ഹാഡ് അതർ ഏരിയാസ് വിച്ച് യു ഫെൽറ്റ് വാസ് ചാലഞ്ചിങ്? ഒരു പിക്ചറൈസേഷൻ മാത്രമല്ല, മേ ബി ക്യാരക്ടറൈസേഷനിലോ അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ സീൻ എക്സിക്യൂട്ട് ചെയ്യാൻ ചിലപ്പം ഡിഫിക്കൽട്ടായിരിക്കും. സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ പറയാൻ പറ്റുമെങ്കിൽ. That's a really nice question. എന്നാലും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി. സോ ഡെഫിനറ്റ്ലി ഈ പടം മൊത്തം നിൽക്കുന്ന മേക്കിങ്ങിലും പ്രസന്റേഷനിലും ലൈക്ക് യു സെഡ്, ട്രെയിലർ ക്വാളിറ്റി ആയാലും അതിലെല്ലാം നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ഓഡിയൻസിന് നൽകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ.
സോ അങ്ങനെ ഒരു പോർഷൻ മാത്രം എടുത്തു പറയാൻ പറ്റത്തില്ല. ദ ഹോൾ സ്ക്രീൻ പ്ലേ ആൻഡ് ദ ഹോൾ മേക്കിംഗ് ഓഫ് ദ മൂഡ് ഓഫ് ദ ഫിലിം അങ്ങനത്തെ ഒരു ഗോത്തിക് ഫീലാണ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വൈബാണ് മൊത്തം. പിന്നെ നമ്മൾ ആനമോർഫിക് ലെൻസ് ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തതല്ലേ, ഒരു ഡാർക്ക് ടോൺ ആൻഡ് ലിൽ മോർ ഓഫ് കുറച്ചും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു മൂഡ്. സോ ഡെഫിനറ്റ്ലി വെൻ യു വാച്ച് ദ ഫിലിം അങ്ങനത്തെ ഒരു മൂഡായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഒരു റൈറ്റർ എന്ന നിലയ്ക്ക് എവിടെയായിരുന്നു ഒരു സ്റ്റക്ക് ആയത്? നമ്മളിപ്പോൾ ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു പടം എഴുതുമ്പോൾ കുറച്ചുകൂടി നമ്മൾ റിസർച്ച് പോലത്തെ കാര്യങ്ങൾ നടത്തണം. കാരണം അത് കുറച്ചുകൂടി റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആളുകൾക്ക് കുറച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾക്ക് പരിചയത്തിൽ തന്നെ പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഈ ലൂസൻസ് എവിടെ ഇടരുത്, ഇങ്ങനെ ഒരു ഇത് എഴുതി വരുമ്പോൾ അതൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു. കാരണം കുറേ കണക്റ്റഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഈ ഗോളത്തിൽ സ്ക്രിപ്റ്റിങ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആവും, ഇത് ഇങ്ങനെ എഴുതി വെച്ചാൽ അപ്പോൾ ആദ്യം നമ്മൾ അത് കണക്റ്റഡ് ആവുമോ. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറേ ഇങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ ഒരു സ്ക്രിപ്റ്റും പരിപാടിയൊക്കെ. അപ്പോൾ മൂവി കാണുമ്പോൾ അത് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ത്രില്ലേഴ്സിൽ മിസ് ചെയ്യുന്ന ഒരു കാര്യം അതായിരിക്കും. ഒരു ഇവന്റ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ക്യാരക്ടേഴ്സ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ഡു യു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ എവല്യൂഷൻ ഇൻ യുവർ ക്യാരക്ടേഴ്സ് ആസ് വെൽ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ടു യുവർ ക്യാരക്ടേഴ്സ്? ഐ മീൻ ഈ കഥയുടെ ക്രക്സിസ് ഒരു മരണം നടന്നു ഓഫീസിൽ. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ചുറ്റുപാടും ആ കഥ നടക്കുന്നത്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് ദെയർസ് എ ലോട്ട് ഓഫ് ക്യാരക്ടർ ആർക്സ് ആൻഡ് ഡെവലപ്മെന്റ്സ്. പക്ഷെ അത് പടത്തിൽ കാണാൻ പറ്റും. സസ്പെൻസ് ത്രില്ലർ. സോ ഒരു ഓഫീസിനകത്ത് നടക്കുന്ന കാര്യമാണ്. സോ അതിൻ്റെ ദർ ഇസ് എ ലോട്ട് ഓഫ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ടേംസ് ഓഫ് ദ വേ ദേ ഹവ് ട്രീറ്റഡ് ഇറ്റ്. സോ ആ ഒരു പ്രിമൈസിൽ വെച്ച് വാട്ട് എവർ ക്യാൻ ബി എക്സ്പ്ലോർഡ്, ഐ എം ഷുവർ ദേവ് എക്സ്പ്ലോർഡ് ദാറ്റ്. ഇപ്പോൾ ഇതിനകത്ത് സീനിയർ ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. സിദ്ദീഖ, അലൻസിയറേട്ടൻ, രഞ്ജിത്ത്, ചിന്നുചാന്ദി. ഞങ്ങളെ സംബന്ധിച്ച് സീനിയറാണ്. അങ്ങനെ മുകളിലേക്ക് വരുവാണെങ്കിൽ സിദ്ദീഖ, ദിലീഷേട്ടൻ നമ്മൾ ഭയങ്കര വലിയൊരു ഇതായിട്ട് കാണുന്നതാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേര് വരുന്നു. സണ്ണി വെയിൻ. അപ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക, എന്നാൽ അതൊരു പരിധി വിടരുത്. ആ ഒരു ഇത് കുറച്ച് പാടായിരുന്നു. അങ്ങനെ എഴുതി. പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. അവർക്കും എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് വന്നു പോയിക്കാൻ എന്തിനാണ് അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു പോയെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതൊന്നും വരുത്താതെ എഴുതി വെക്കാമെന്ന് പറഞ്ഞ് കുറച്ച് പാടായിരുന്നു. ഇത് എഴുതാൻ കുറച്ച് ടൈം എടുത്തു. ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു ഇത് എഴുതി തുടങ്ങിയത്. അപ്പം അങ്ങനെ നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ജോലി അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഇവൻ സേഫ്റ്റി എഞ്ചിനീയർ ആയിരുന്നു പറഞ്ഞ പോലെ. അപ്പോൾ അത് അവനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ അതുപോലെ തന്നെ ബ്രേക്ക് എടുത്തു. ഞങ്ങളൊരു റൂമൊക്കെ എടുത്ത് അവിടെ നിന്ന് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതൊന്ന് ഒരു കരയ്ക്ക് എത്തിച്ചത്. അത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ പിച്ച് ചെയ്യാന്നുള്ളൊരു പരിപാടിയായിരുന്നു. ഓരോ പ്രൊഡക്ഷൻ കമ്പനിയെ മീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഫ്രാഗ്രൻസ് നേച്ചറിലേക്ക് എത്തുന്നതും പിച്ച് ചെയ്യുന്നതും കാര്യങ്ങളും നടക്കുന്നത്. അച്ഛനും അമ്മയാണല്ലോ പ്രൊഡ്യൂസേഴ്സ്, ആനി ആൻഡ് സജീവ്. അവർക്ക് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ വാട്ട് ഇസ് ദാറ്റ് ദേ ടോൾഡ് യു? ആദ്യം കണ്ടപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അവർ So one huge blessing I consider is that like just like me, my mom and dad, ഇതവരുടെ വേദി ആക്ടിങ്, if the entertainment industry is not their വേദി, അവർക്കും ഒരുപാട് താല്പര്യമുണ്ട്. And they have a really good cinematic sense of like what scripts to choose and stuff. ഇതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. പ്രണയമായിരുന്നു അവരുടെ ആദ്യത്തെ പടം. That was back in 2010 or 11 I believe. അത് കഴിഞ്ഞിട്ട് കിണർ എന്ന് പറഞ്ഞ പടം ചെയ്തു. മൂന്നാമത്തെ പടമാണ് ഗോളം they're doing. So like I said, thriller-ന് എപ്പോഴും ഒരു സ്പേസ് ഉണ്ട് because that's a really engaging genre. Now it's about how to execute it right. So definitely we saw a lot of potential in that. ആൻഡ് സീനിയർ ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആസ് എ ഡെബ്യൂട്ടന്റ് ഡയറക്ടർ സിദ്ദിഖിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുക ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽത്ത് ഓഫ് നോളജ് എന്ന് പറയുക വാക്കിംഗ് ടോക്കിംഗ് എൻസൈക്ലോപീഡിയാണ് സിദ്ദിഖ്. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് ആൻഡ് വാട്ട് വാസ് ദി എക്സ്പീരിയൻസ് ലൈക്ക്? അവരങ്ങനെ പ്രത്യേകിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന അവർ ഹാൻഡിൽ ചെയ്യും. അവർക്ക് അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇൻപുട്ട് നമുക്ക് തരും. അതപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി മുകളിലേക്ക് വരും. സിദ്ദിഖാണെങ്കിലും എല്ലാവരും, ദിലീഷേട്ടനാണെങ്കിലും അലൻസിയേട്ടനാണെങ്കിലും, ദിലീഷേട്ടനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്തു എന്ന് തന്നെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രവൈസേഷൻ, പുള്ളി എന്തെങ്കിലും ഡയലോഗ് ഇത് വേണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്തത്. ദിലീഷിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ട്വൈസ് നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സ് എന്ന് വെച്ചാൽ ഭയങ്കര വാല്യുബിൾ ആണ്. എവിടെയെങ്കിലും ഡു യു റിമെമ്പർ എനി ഇൻസ്റ്റൻസ് വെയർ ഹി കോൺട്രിബ്യൂട്ടഡ്? നിങ്ങൾ ആസ് ആക്ടേഴ്സ് ഓൾസോ നിങ്ങൾക്ക് കിട്ടിയ ഇൻപുട്സ് എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അനക്ഡോട്ട്സ് എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും? ദിലീഷേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആക്ട് ചെയ്യുമ്പോൾ പുള്ളി ആക്ടറായിരിക്കും.
ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഡയറക്ടറായിരിക്കും. അതാണ് പുള്ളി വേറെ ഒന്നിലും കൈകടത്തില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻസ് പുള്ളി ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാം, എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് എന്താണ് വേണ്ടത് അത് പിടിച്ച് ചെയ്യുന്ന ഒരാളാണ് ദിലീഷേട്ടൻ. ദിലീഷേട്ടൻ രണ്ടിലും രണ്ടാണ്, ഡയറക്ടറും ആക്ടറും രണ്ടായിട്ട് ചെയ്യുന്നത്. പക്ഷെ സ്ക്രിപ്റ്റ് ലെവലിൽ എവിടെയെങ്കിലും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ ദിലീഷേട്ടനായിട്ട്? ദിലീഷയുടെ ശരിക്കും ഡയറക്ഷനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് സെറ്റിലേക്ക് അതെ അതെ ഡയറക്ടർ ആയിരുന്നു എന്നോ അങ്ങനെ ഒരു അതിന് ക്യാമറ എവിടെ അങ്ങനെ ഒന്നും അറിയില്ലാത്ത രീതിയിൽ. പക്ഷെ നമുക്കറിയാം ആളുടെ പൊട്ടൻഷ്യലും കാര്യങ്ങളും. നമുക്ക് ഒരു സീൻ ചെന്ന് നെറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. ദിലീഷേട്ടൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇങ്ങോട്ട് ചെല്ലുന്നത്. തൊണ്ടി മുതലും ജോജിയൊക്കെ പോലത്തെ വലിയ പടങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ആൾ. പക്ഷേ ആൾക്ക് അതിൻ്റേതായ ഒരു ഇല്ല, ഒന്നിലും ഇടപെട്ടില്ല. ഇത് ഇങ്ങനെയാണോ പറയേണ്ടത്, ഇത് ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ ഓക്കെ അല്ലേ എന്ന് നമ്മുടെ അടുത്തൊരു സജഷൻ പോലെ ചോദിക്കും. ഇടയ്ക്ക് മാത്രമേ ഒന്ന് മോണിറ്ററിൽ വന്നിട്ട് ചെയ്ത കാര്യങ്ങൾ നോക്കുമോ. ദിലീഷേട്ടൻ മാറി നിന്നിട്ടേ ഇടയ്ക്ക് ഡയലോഗ് നോക്കിയിട്ട് ഇങ്ങനെ ഓക്കെ പറഞ്ഞു മേടിച്ചിട്ട് അത് ഇങ്ങനെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി. അത് ആളുടെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി അത്. അങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. ദിലീഷേട്ടനായിട്ടൊന്നും ആരുമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ദിലീഷേട്ടനായിട്ടുള്ള ആദ്യത്തെ വർക്ക് വരുമ്പോൾ തന്നെ അങ്ങനെയാണോ ബിഹേവ് ചെയ്യുക, എങ്ങനെയായിരിക്കും പോയൊരു കാര്യം പറയാം. പക്ഷേ ആദ്യം തന്നെ ആദ്യത്തെ ഷോട്ട് വെച്ചപ്പോൾ തന്നെ സംസാരിച്ചപ്പോൾ തന്നെ ആളെങ്ങനെയാണ്, എത്രത്തോളം കൂളാണ്, എങ്ങനെ സഹകരിക്കും, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ഒരു ത്രില്ലറുടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഫോമാറ്റിലുള്ള ഏത് സിനിമയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സൗണ്ടാണ്. അപ്പോൾ ഈ സൗണ്ട് ഡിസൈനിങ് എങ്ങനെയായിരുന്നു, അതിനെക്കുറിച്ച് എന്തായിരുന്നു പ്ലാൻ? വാട്ട് ഈസ് ദ ബ്രീഫ് ടു ദി ഓഡിയോ പേഴ്സൺ? സൗണ്ട് ഡിസൈനിങ് വിഷ്ണു ഗോവിന്ദാണ് ചെയ്തിരിക്കുന്നത്. അവാർഡ് വിന്നറാണ്, അറിയാലോ. ആളുടെ ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുള്ളി ഗ്രാസ്പ് ചെയ്തിട്ട് പുള്ളിയുടെ ഇൻപുട്സ് തന്ന് ഇതിങ്ങനെ ചെയ്യാം ഇതിങ്ങനെ ചെയ്യാം. പുള്ളി ഡെമോസ് കാണിച്ചു തരുമായിരുന്നു എനിക്ക്. ഇത് ചെറിയ പോർഷനൊക്കെ ചെയ്തിട്ട് അത് ഇങ്ങനെ വന്നാൽ കൊള്ളാം, അപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട്. വിഷ്ണു ചേട്ടൻ അതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ എവിടെയെങ്കിലും സിങ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതോ സിങ്ക് ഉപയോഗിച്ചിട്ടില്ല. എന്നിരുന്നാലും സിങ്ക് പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് സൗണ്ട് ഡിസൈനിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അതെ, എബിച്ചേട്ടൻ മ്യൂസിക് സൗണ്ട് ഡിസൈനെ കൊണ്ട് ചോദിച്ചുകൊണ്ടാണ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് പ്രത്യേകതകൾ അതിനുണ്ട്. ഇത് എന്താണ് പ്രത്യേകത എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. കാരണം അത് ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ കുറച്ച് പുൾ ഡൗൺ ചെയ്ത് കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അത് എബി സാൽവിൻ തോമസ് ആണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. ആളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആൾ ഓർക്കസ്ട്രേഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പം വയലിൻസും സ്ട്രിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വലിയൊരു പരിപാടി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആളായിട്ട് ഉദയരാമേന്ദ്രൻ, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ആളെ മീറ്റ് ചെയ്യിപ്പിച്ചത്. ഈ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു പുതിയൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. പക്ഷേ എബിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച് വന്നപ്പോൾ പുള്ളിയുടെ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താണ് പുള്ളിയുടെ നിന്ന് കിട്ടാമെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടി. പിന്നെ ഒരുപാട് മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റത്തെ ഡ്രാഫ്റ്റ് മ്യൂസിക് വന്നപ്പോൾ എനിക്ക് ഹാപ്പിയായിരുന്നു. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ മുകളിലേക്ക് എബിച്ചേട്ടൻ ചെയ്തു തന്നു. അതുപോലെ തന്നെ വിഷ്ണു ചേട്ടനും അങ്ങനെ തന്നെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളുടെ കാസ്റ്റിംഗ് പ്രോസസ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ, കാരണം ഇതിനകത്ത് ഒത്തിരി പുതിയ മുഖങ്ങളുണ്ട്. കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയൂ. നിങ്ങൾ ഒരു ടീമിൻ്റെ കൂടെയാണോ വർക്ക് ചെയ്തത്, അതോ നിങ്ങൾ സ്വയമാണോ കാസ്റ്റിംഗിലേക്ക് വന്നത്? ആൻഡ് ഹൗ ഡിഡ് യു കം ടു ചിന്നു? അതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ കാസ്റ്റിംഗ് ചെയ്തത് ബിനോയ് നമ്പാലയാണ്. ആൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെയും പ്രവീണിൻ്റെയും മനസ്സിൽ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ ഇതിനകത്തേക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു കാരിക്കേച്ചറിന് വേണ്ടി ഒരു ബുക്ക് ഞങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു, ലിറ്ററലി വരച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാസ്റ്റിങ്ങിനൊക്കെ മുമ്പേ കാസ്റ്റിങ്ങിനൊക്കെ മുമ്പേ. ഇപ്പോൾ രഞ്ജിത്ത് ഇതിനകത്ത് ഇന്നായപ്പോൾ തന്നെ രഞ്ജിത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് രഞ്ജിത്തിനൊരു ഇമേജ് ഞങ്ങൾ കാണിച്ചു കൊടുത്തായിരുന്നു, ഇങ്ങനെയായിരിക്കും പോലീസ് ഡ്രസ്സിൽ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്നുവിന് കാണിച്ച് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഉണ്ടായിരുന്നു ശേഷമാണ്. അത് ചിന്നു പറഞ്ഞ പോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇങ്ങനെയായിരുന്നു, പ്രീ പ്ലാൻഡ് ആയിരുന്നു. അത് ഭയങ്കര ഒരു അതിശയമായിരുന്നു അല്ലേ ചിന്നു? ഇങ്ങനെ ഒരു സ്കെച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവുക, ആൻഡ് യു കൺഫേമിങ് ടു ദാറ്റ്, അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഓൾസോ എ നോട്ട് ടു ഹിസ് എക്സ്പെർട്ടീസ് അല്ലേ. ലൈക്ക് ആനിമേഷൻ ആണെങ്കിൽ ഐ വാസ് ലൈക്ക് ഓക്കെ, എഡിറ്റിങ്ങുമായിട്ട് എന്തോ അതിന് ബന്ധം ഉണ്ടെന്നായിരുന്നു ഞാൻ ലൈക്ക് ഷൂട്ട് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ലേറ്റർ ഐ കെയിം ടു നോ വാട്ട് ഹിസ് ബാക്ക്ഗ്രൗണ്ട് വാസ്. ആൻഡ് ഇദ്ദേഹം ഒരു സമയം ഹി സെൻഡ് മീ സ്കെച്ചസ് ഓഫ് ലൈക്ക് ഹീസ് ഡൺ ഹാൻഡ് മെയ്ഡ് പോസ്റ്റേഴ്സ് എല്ലാ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട്. ആൻഡ്
one of them was like so extremely detailed. He's used golem na vaakokka vechittu. അതെ ഒരു എനിക്ക് വേണ്ടി ഒരു സ്കെച്ച് ഉണ്ടാക്കി തന്നു. മൈ ക്യാരക്ടേഴ്സ് പോർട്രേറ്റ് യൂസിങ് ഗോളം എന്ന് പറഞ്ഞ വാക്ക് വെച്ച്. സോ ദാറ്റ് വാസ് when I saw it എൻ്റെ കിളി പോയി. such a beautiful gift. പ്രൊഡ്യൂസേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ശരിക്കും ഒരു ഫസ്റ്റ് ടൈം ഒരു ഡെബ്യൂട്ടൻറ്റ് ഡയറക്ടറും റൈറ്ററും ഇങ്ങനെ ഒരു കാസ്റ്റും, അതായത് പലരും പുതിയതായിട്ട് വരുന്നതാണ് ഇൻഡസ്ട്രിയിലേക്ക്, അങ്ങനെ ഒരു ടീമിനെ ബാക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്. ആൻഡ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ദം? അവരുടെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് ഓൾവേസ് ഗോൺ ഫോർ, ഇപ്പോൾ മൈക്ക് ആണെങ്കിലും ഇറ്റ് വാസ് ഓൾസോ വിത്ത് എ ന്യൂ ടീം. അപ്പോൾ അവിടെയും അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് വാസ് ഇറ്റ് ഫോർ യു? ഫ്രാഗ്രൻ നേച്ചർ ഫിലിം ക്രിയേഷൻസ് ആണ് പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. ആൻഡ് മാം, സജീവ് സാർ, ഇവർ രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ്. അവരെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ഒരു സ്വപ്നം മുന്നിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവരായിരിക്കുമല്ലോ. ഇത് ഇവരുടെ ഒരു പ്രത്യേകത. ഞങ്ങൾ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളെ മീറ്റ് ചെയ്തു. സ്റ്റോറീസ്, ഈ സ്റ്റോറി അല്ല വേറെ ഒരുപാട് സ്റ്റോറീസായിട്ട് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് അധികം ടൈം വേണ്ട. പിന്നെ ഒരുപാട് ഫിലിംസ് അവർ കാണാറുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറം കാണാറുണ്ട്. എനിക്കും പ്രവീണും ഫിലിംസ് സജസ്റ്റ് ചെയ്യും, ഇന്ന ഫിലിം കാണും. പിന്നെ ഞങ്ങളെ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടറോ റൈറ്ററോ ഒന്നുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. എന്തോ വീട്ടിലുള്ള ആളുകളെ പോലെയാണ് ഞങ്ങളെ ട്രീറ്റ് ചെയ്തത്. അത് ഭയങ്കര ഇപ്പോഴും ഞങ്ങൾ കണ്ട് സംസാരിച്ച് ഞങ്ങൾ സ്റ്റോറി പറഞ്ഞ് അവിടെ നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് വന്നപ്പോൾ തൊട്ട്, ഞങ്ങൾ ബന്ധം തുടങ്ങിയപ്പോൾ തൊട്ട് ആ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ്. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. രഞ്ജിത്തിൻ്റെ വീട്ടിൽ എപ്പോഴും there was a talk about cinema വളർന്നു വരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. It was always there in the sense, I mean, college പഠിക്കുമ്പോഴൊക്കെ I used to take part in these theatre plays and dance was a big thing in my life. അപ്പോൾ ഞാൻ എൻ്റെ അക്കാഡമിക്സിൻ്റെ കൂടെ ഞാനിത് നർച്ചർ ചെയ്ത് എടുക്കുമായിരുന്നു. because I wasn't much of an academically gifted student. So my interest in everything lied in performing, stage performance. So എനിക്ക് obviously അവരെനിക്കൊരു വേദി തന്നു. They gave me an opportunity. But it's up to me to prove myself. At the end of the day, audience are the king. They hold the keys to the kingdom. So അവർ accept ചെയ്താലേ എനിക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. So I have faith in my potential. I have faith in my talents. I'm really blessed to be working with such amazing, teams and have such an amazing support system, my family, my close friends. So let's see. രഞ്ജിത്തിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി രഞ്ജിത്തായിട്ട് എന്താണ് contribute ചെയ്തോ? Or is there anything that you have worked on, or a backstory or something to add value to the character? എന്നെ സംബന്ധിച്ച് I'm more of a dynamic actor. Like definitely for some people, like if they can use methods and technicalities. പക്ഷേ ഞാൻ കുറച്ചുകൂടെയും I'm just, I guess, little more, എനിക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക ടെംപ്ലേറ്റ് ഇല്ല to develop every character. Like I sit with the director, I sit with the writer, we exchange ideas, and then with a vivid imagination, ഞാൻ ആ ക്യാരക്ടറിന് I handcraft that character and then try to deliver that. It has helped me so far, but definitely, this is my process. പക്ഷേ നമ്മുടെ ടേബിൾ ബിൽഡ് വർക്ക്ഷോപ്പ് ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സോ basically what we did was ഒരു റൗണ്ട് ടേബിൾ ഞങ്ങൾ എല്ലാവരും ഇരുന്നു, and as characters we were reading the script when each of our dialogues came. ചിലപ്പം സ്പീക്കേഴ്സൊക്കെ വെച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് ആ മൂഡൊക്കെ സെറ്റ് ചെയ്ത്. സോ ദാറ്റ് ഹെൽപ്പ് ദി എൻറ്റയർ ടീംസ് കെമിസ്ട്രി ആസ് വെൽ ആസ് നമ്മൾ ആ ക്യാരക്ടറിലോട് കയറാൻ വേണ്ടി ഒരുപാട് സഹായിച്ചു. സോ that was helpful. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രോസസ് ഇല്ല. ഐ കൺസിഡർ മൈസെൽഫ് മോർ ഓഫ് എ ഡൈനാമിക് ആക്ടർ ഇൻ ദാറ്റ് വേ. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൾട്ടായിട്ടുള്ള ത്രില്ലർ സിനിമകളുണ്ട്. ദൃശ്യം, മണിച്ചിത്രത്താഴ്, ഇറ്റ് ഓൾ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ആ ജോണറിലാണെങ്കിൽ പോലും ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള നാരറ്റീവ്സ് ഉണ്ട്. അപ്പം ഇപ്പം ഈയിടയ്ക്ക് തന്നെ നമ്മൾ കുറേ കണ്ടിരിക്കുന്നു. ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തും, സോ ആ ഒരു സിനിമയിൽ നിന്ന് ഈ കാണുന്ന സിനിമകളിൽ നിന്ന് കറണ്ട് ലോട്ടിൽ നിന്ന് തന്നെ വ്യത്യസ്തമാക്കി നിർത്തുക തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആൻഡ് ദെൻ യു ഹാവ് ഈ ഒരു ഹിസ്റ്ററി ഓഫ് ഓർ ഈ ലെഗസി ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ഇൻ മലയാളം. അപ്പോൾ ആ ഒരു ഇനോമിറ്റി, ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും? ആ ഒരു ടെൻഷൻ ഉണ്ടോ? ആ നെർവസ്നെസ് ഉണ്ടോ? ഇത്ര നേരം ഇല്ലായിരുന്നു ഈ ചോദ്യത്തോടുകൂടി ഇല്ല. ഞാനും പ്രവീണും ഒക്കെ കണ്ടു വളർന്ന സിനിമകൾ അത് പല ലാംഗ്വേജസിലാവാം. എല്ലാ മൂവീസിൻ്റെയും പല കാര്യങ്ങൾ നമുക്കിത് എഴുതുമ്പോഴും ഇത് ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിലേക്ക് വരും. ഇത് നമുക്കുണ്ടായിരുന്നൊരു ചോദ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫിലിമായിട്ട് കമ്പാരിസൺ വരരുതെന്ന് എനിക്കും ഇവനും നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും ഏകദേശം രഞ്ജിത്തിനും ചിന്നുവിനും എല്ലാവർക്കും
ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റാണ്, കുറച്ച് വെറൈറ്റി ആയിരിക്കും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, മൊത്തത്തിൽ ഒരു വെറൈറ്റി ആയിരിക്കും എന്നുള്ള രീതിയിൽ വെറൈറ്റി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അത് വെറൈറ്റി ആണോ അല്ലയോ എന്ന് ജൂൺ 7-ാം തീയതി നമുക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ആൻഡ് ഈ സിനിമ എന്തായാലും നിങ്ങൾ പോയി കാണണം. ഇറ്റ്സ് ഗോളം. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം സ്വപ്നം കണ്ട് നടന്നതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ഈ സിനിമ. സോ ഓൾ ദ ബെസ്റ്റ് ടു ബോത്ത് ഓഫ് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു യു ആസ് വെൽ. താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ. Thank you. താങ്ക് യു.